ഗ്രേറ്റർ നിക്കോബാറിൽ ഒരു സൈനിക ആസ്ഥാനം തുടങ്ങാനും അവിടെ ഗംഭീരമായ നിക്ഷേപങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു. പക്ഷേ സോണിയാഗാന്ധി അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളത്. എന്താണ് സോണിയാഗാന്ധിയുടെ ഈ വിമർശനത്തിന് കാരണം? അതാണ് മനസ്സിലാവാത്തത്. ഈ സോണിയാഗാന്ധിയുടെ കാര്യം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പോട്ടെ, ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ പ്രൊട്ടക്ഷൻ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അതെല്ലാം തെറ്റിച്ചിട്ട് ചിലരെയൊക്കെ പോയി കാണുന്ന കഥകൾ ഇടയ്ക്കിടയ്ക്ക് പത്രമാധ്യമങ്ങളിലൊക്കെ വരാറുണ്ട്. എല്ലാവരും സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മലേഷ്യയിൽ രാഹുൽ ഗാന്ധി പോയി. രാഹുൽ ഗാന്ധി മലേഷ്യയിൽ പോയപ്പോൾ സാക്കിർ നായിക്കിനെയും സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് എന്നാണ് പേരെന്തോ, അപ്പോൾ അതെ പുള്ളിയെയും കണ്ടു എന്നുള്ള വാർത്തകളൊക്കെ വന്നു. അപ്പോൾ അതിനെതിരെ ഇവരൊന്നും സംസാരിക്കാറില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ സംശയിച്ചു പോകും, ഇവർക്ക് ശരിക്കും ഇങ്ങനെ വല്ല ബന്ധമുണ്ടോ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ പദ്ധതിയെയും എതിർക്കുക എന്നുള്ളതാണ്. ഈ വോട്ട് ചോരി വന്നു, വോട്ട് ചോരിക്കെതിരെ ഒരു യാത്ര നടത്തി, ആ യാത്രയിൽ ആര് പങ്കെടുത്തു എന്ന് പോലും അറിയില്ല. അതിനിടയിൽ നിന്ന് ഇത് അവസാനിച്ചു എന്ന് കേൾക്കുന്നു. അവസാനിച്ച ഉടൻ തന്നെ മലേഷ്യയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് സോണിയാഗാന്ധി ഞാൻ ഇവിടെ ജാഥ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഡിം എന്ന് പറഞ്ഞ നേതാവിനെ കാണുന്നില്ല, അപ്രത്യക്ഷനായി. പിന്നെ കാണുന്നത് മലേഷ്യയിൽ എന്നുള്ളതാണ്. അതെ, അപ്പൊ അവിടെ കുട്ടിനിക്കറൊക്കെ ഇട്ട് നടക്കുന്ന, കുട്ടിനിക്കർ ഇടോ ഇനി എന്തോ ഇട്ടോണ്ട് നടന്നോട്ടെ, നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അത് ഓരോ പൗരന്റെയും അവകാശമാണ് എവിടെ പോകണം, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ. പക്ഷേ ഈ പോകുമ്പോൾ സുരക്ഷാ പ്രോട്ടോകോൾ എല്ലാം എന്തിനാണ് തെറ്റിക്കുന്നത്? Z+ സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഈ സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വരെ തലവേദന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈ CRPF വരെ കത്തയച്ച ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൽ മറയ്ക്കാൻ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് ചില ഇടങ്ങളിലേക്ക് ഇവർ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരും. നമുക്ക് ആ ഒരു കണക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ അമേരിക്കയും ചൈനയെയും തലോടുന്ന, അതായത് അമേരിക്കയ്ക്ക് വേണ്ടിയും ചൈനയ്ക്ക് വേണ്ടിയും മാത്രം സംസാരിക്കുന്ന ഒരു രീതിയല്ലേ പൊതുവായിട്ട് ഇവർ ചെയ്തു വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു, ഇവർ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? ഇവർ സംസാരിച്ചത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സൈനികർക്ക് എന്തെങ്കിലും പറ്റിയോ? നമുക്ക് ഈ ഒരു ഭീകരത മൂലം എത്രത്തോളം നഷ്ടമുണ്ടായി, നമ്മുടെ എത്ര പൗരന്മാർ പോയി, അതിനൊന്നും ഇവർക്ക് ഇത്ര ആശങ്ക ഉണ്ടായിരുന്നില്ല. മറിച്ച് നമ്മൾ പാകിസ്ഥാനിലേക്ക് മിസൈൽസ് ഒക്കെ അയച്ചു കഴിഞ്ഞപ്പോഴേക്കും, അവിടെ വെടിപൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് നൊന്തു. ഈ നൊന്തതിന് പിന്നിലൊരു കാരണം പാകിസ്ഥാനെ നോവിച്ചത് കൊണ്ട് മാത്രമാകുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ പാകിസ്ഥാനുള്ള പല ആസ്ഥാനങ്ങളും പല കാര്യങ്ങളും പല പ്രോജക്റ്റുകളും അമേരിക്കയുടേതാണ്. അമേരിക്കയ്ക്ക് നോവുമ്പോൾ ഈ പറയുന്ന നമ്മുടെ പ്രതിപക്ഷത്തിന്, ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് നോവുന്നു എന്നുള്ളത് ഇപ്പൊ തന്നെ ഈ പറഞ്ഞ കാര്യം, ഈ ഗ്രേറ്റർ നിക്കോബാർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏതാണ്ട് 80,000 കോടി രൂപയുടേതാണ്. 80,000 കോടി രൂപ ഇന്ത്യ അവിടെ ഇറക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം തന്ത്രപ്രധാനമായ സ്പോട്ടാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ. അല്ലാതെ മറ്റൊരു എന്തെങ്കിലും ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു 80,000 കോടി കൊണ്ടുപോയി അവിടെ കണ്ടെടുത്ത് കൊണ്ടുപോയിട്ട് ഇന്ത്യൻ സർക്കാർ ഇറക്കില്ലല്ലോ. അപ്പൊ ഇത് ചരക്ക് കപ്പലുകളുടെ ഗതാഗതത്തിൽ ഇന്ത്യ ഒരു വൻ ശക്തിയാക്കാൻ കൂടി ഉതകുന്ന തരത്തിലുള്ള പ്രോജക്റ്റാണ് ഇപ്പൊ നടപ്പാക്കാൻ പോകുന്നത്. അപ്പൊ ഈ പദ്ധതിയെ ഈ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് എതിർക്കുക. ഹിന്ദു പോലുള്ളൊരു മാധ്യമത്തിലേക്ക് അവർ ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുക എന്നൊക്കെ പറയുമ്പോൾ പൊതുജന സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടാകും. ഇതിൽ ഏതാണ് ശരി? ഇത് ഇത്രയും കോടി രൂപ അവിടെ കൊണ്ടുപോയി ഇപ്പോൾ എന്തിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുതൽ മുടക്കുണ്ടാക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു ആശങ്ക പൊതുജനങ്ങളിലേക്ക് ഉണ്ടാകും. നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ഇന്ത്യൻ സർക്കാരിന് കൊടുത്തുവിടാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള ഭൂപീന്ദർ യാദവാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഈ ഒരു സംശയം വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ എന്താണ് ഇത്ര ആശങ്കപ്പെടാനുള്ള കാരണങ്ങൾ എന്നാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് മുഴുകുന്ന ഒരു രീതി സർക്കാർ ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നു. നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഈ ഒരു പദ്ധതി എന്തായാലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധങ്ങൾ നൽകുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗ്രേറ്റർ നിക്കോബാറിലെ 1.78 ഏക്കർ വനപ്രദേശം മാത്രമാണ് നമ്മുടെ സർക്കാർ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി പ്രദേശം അവിടെ കിടക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു
പഠനം നടത്തുന്നില്ല, അല്ലെങ്കിൽ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഈ പ്രതിപക്ഷം ഇവിടെ കിടന്ന് ഈ എന്താ പറയാ വെറുതെ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ചെയ്യുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയുണ്ട്, ചരക്ക് കപ്പൽ ഗതാഗത ശേഷിയുണ്ട്, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്കായിട്ട് ഇത്രയും ഭൂമി ഉപയോഗിക്കുന്നതിൽ, നമ്മുടേതായിട്ടുള്ള ഒരു ഭൂമി നമ്മൾ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇനി ഗോത്രവർഗത്തിന്റെ പേരിൽ സോണിയാഗാന്ധി ഉണ്ടാക്കുന്ന ആശങ്ക എന്ന് പറയുന്നത്, ഷോംപെൻ എന്ന് പറയുന്ന 400 പേർ മാത്രം അംഗസംഖ്യയുള്ള ഗോത്രവർഗമുണ്ട് അവിടെ. 1000 പേർ മാത്രം അംഗബലമുള്ള ഗ്രേറ്റ് നിക്കോബാറീസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഈ 2 വിഭാഗത്തിനെയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ ആശങ്ക മുഴുവനും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ എതിർപ്പിന് പിന്നിൽ അവിടെയും ഈ BJP യുടെ നേതാക്കൾ എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴേ ദേശീയതയോട് ചേർന്ന് ചിന്തിക്കുന്ന ആളുകൾ പറയുന്നത്, ഇതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ, അതായത് അമേരിക്കയും ചൈനയെയും അവരുടെ സുഗമമായിട്ടുള്ള ചില ചരക്ക് നീക്കങ്ങൾക്കൊക്കെ അതിനൊരു സുരക്ഷ ഒരുക്കുക, അവർക്ക് നിർബാധം പോകാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതായിരിക്കാം എന്നുള്ള ചർച്ച ഇപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം ഗ്രേറ്റ് നിക്കോബാറിലെ ചരക്ക് കപ്പലുകൾക്ക് ചരക്ക് ഇറക്കിയും നിറച്ചും കൊണ്ടുപോകാവുന്ന ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മലാക്ക കടലിടുക്കിലൂടെയും സോയിസ് കനാലിലൂടെയും ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്ന ആ ഒരു പ്രോസസ്സിനെ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെയും ചൈനയുടെയും ആധിപത്യത്തിന് അതൊരു വെല്ലുവിളിയാകും. അവിടെ ആധിപത്യം നമുക്ക് ആയി വരും എന്നുള്ളതാണ്. ഈ ഗോത്രവർഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നത് എന്ന് മോദി സർക്കാർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞതുമാണ്. ഈ ഷോംപെൻ എന്ന് പറയുന്ന വർഗമുണ്ടല്ലോ, അത് ഏതാണ്ട് 30,000 വർഷമായിട്ട് അവിടെ ഉള്ളതാണ്. മറ്റ് ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ഗ്രേറ്റ് നിക്കോബാർസ്, അവർ ഏതാണ്ട് 10,000 കൊല്ലമായിട്ട് ഇവിടെയുണ്ട്. ഈ സമയത്തൊന്നും ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ആശങ്കയും ഉണ്ടായിട്ടില്ല. ഇത്രയും പാരമ്പര്യമുള്ള ഒരു വർഗത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ അവിടെ നിന്നോ മാറ്റി പാർപ്പിക്കാനോ ഒന്നും ഈ മോദി സർക്കാരിന് എന്തായാലും യാതൊരു തരത്തിലുമുള്ള പദ്ധതിയുമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതിയെ നശിപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ പരിസ്ഥിതിയെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി മറച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യത്തോടെ ആദ്യമായിട്ട് ഒരു നാവികസേന വ്യോമ ബേസ് അത് സ്ഥാപിച്ചത് സോണിയാഗാന്ധി തന്നെയാണ്. UPA ഭരണകാലത്ത് സോണിയാഗാന്ധി കേന്ദ്രഭരണം നിയന്ത്രിക്കുന്ന ഒരു സമയത്താണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ഏതാണ്ട് 2012 ജൂലൈ 31 ഗ്രേറ്റ് നിക്കോബാറിലെ കാമ്പൽ ബേയിലായിരുന്നു നാവികസേനയുടെ ഈ ഒരു എയർ ബേസ് അവർ സ്ഥാപിക്കുന്നത്. അന്ന് സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന വർഗത്തെക്കുറിച്ചോ ഈ പറയുന്ന ആളുകളെ കുറിച്ചോ ഒന്നും യാതൊരു തരത്തിലുമുള്ള ഒരു ആശങ്കയും ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിക്ക് മാത്രമല്ല മറ്റാർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ വ്യോമ ബേസ് സ്ഥാപിച്ച ശേഷം ഏതാണ്ട് 13 വർഷം കഴിഞ്ഞാണ് 2025 മോദി സർക്കാർ ഈ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 80,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഉണ്ടാകുന്നത്. ഇതിലൊരു വിമാനത്താവളം വരുന്നുണ്ട്, ഒരു ടൗൺഷിപ്മെന്റും വരുന്നുണ്ട്. ചൈനയുടെ ചരക്കിന്റെ 60% കടന്നു പോകുന്ന മലാക്ക കടലിടുക്ക് ഗ്രേറ്റ് നിക്കോബാറിനടുത്താണ്. ചരക്ക് കപ്പലുകൾ തിക്കിത്തിരക്കുന്ന ഇടം കൂടിയാണ് ഈ മലാക്ക കടലിടുക്ക്. ഇത് പ്രയോജനപ്പെടുത്തി ചരക്ക് കപ്പലുകൾക്ക് അവരുടെ കണ്ടെയ്നറുകളൊക്കെ ഇറക്കി മറ്റ് ചരക്ക് കപ്പലുകളിലേക്ക് മാറ്റി അയക്കുന്നത് സാധ്യമാക്കുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അത് വലിയൊരു അനുഗ്രഹമല്ലേ? അതിനെതിരെ ഇവർ തുരങ്കം വെക്കേണ്ട കാര്യം എന്താണ്? ഭാവിയിൽ ഇന്ത്യയുടെ ഒരു ചരക്ക് കപ്പൽ ഗതാഗതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഇത് ഉണ്ടാക്കും. മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്ക് സാമുദ്രികമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാധ്യത കൂടി അവിടെ തെളിഞ്ഞു വരും. അത് നാവികസേനയ്ക്ക് വളരെ ഗുണം ചെയ്യും. ഇതിനെ ഒരു തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗോത്രവംശനാശം വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഇന്ത്യയുടെ 3 സേനയുടെയും സംയുക്ത ആസ്ഥാനമാക്കി മാറ്റാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആസ്ഥാനം അവിടെ വരണമെന്ന് ഇന്ന് സർക്കാർ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ആകണം. അത്രത്തോളം പ്രാധാന്യം, തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം ആ ഒരു സ്പോട്ടിനുള്ളത് കൊണ്ടാണ് സംയുക്ത സേനയുടെ ആസ്ഥാനം അവിടെ വരുമെന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് നിക്കോബറിൽ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ചൈനയുടെയും അമേരിക്കയുടെയും ആധിപത്യം
ആ ഭാഗത്തുള്ള ആധിപത്യം തകർന്നു പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സോണിയാഗാന്ധി പറയുന്ന കാര്യം അല്ലെങ്കിൽ പ്രതിപക്ഷം നാവനക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇവർ പറയുമ്പോൾ നമ്മൾ ഈ അമേരിക്കൻ ബന്ധത്തെക്കുറിച്ചും ചൈനയുടെ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ആശങ്കപ്പെട്ടു പോയല്ല, ആരെങ്കിലും സംശയിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റ് പറയാൻ കഴിയില്ല. അവരുടെ ഇതുവരെയുള്ള ഒരു പ്രവർത്തികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളതായിരുന്നു. മറ്റുള്ളവർക്ക് അനുകൂലമായിട്ടാണ്. ഇന്ത്യക്ക് എന്ത് ഗുണമുണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും പ്രതിപക്ഷം ഈ ഒരു മറുപടിയോ ഒരു വിമർശനമോ ഒന്നും ഉന്നയിച്ചതായിട്ട് നമുക്ക് ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് വസ്തുതകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായും ഈ സോണിയാഗാന്ധിയുടെ വായടപ്പിക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. സോണിയാഗാന്ധിയുടെ മാത്രമല്ല, ഒന്നില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതിനെ അർഹിക്കുന്ന തരത്തിലുള്ള മാന്യതയോട് കൂടിയിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയണം. ഈ മോദി സർക്കാരിന് പോകുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷമാണോ ഇവിടെ ഉള്ളത്? ഈ എന്താ പറയുക, അനായാസമായിട്ട് നമ്മൾ പറയില്ലേ ആവിഷ്കാല ഭാവി പ്രധാനമന്ത്രി, ഒരു പ്രധാനമന്ത്രി പദം വളരെ അനായാസമായിട്ട് കിട്ടാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടത്താൻ പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കുത്തിയിളക്കി വിടുക എന്നുള്ളത് ഈ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പണിയാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പണി എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ അതിനെ വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ സർക്കാർ, മോദി സർക്കാർ അതിനെ കവച്ചു വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ജെൻസി പോലുള്ള പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നത്. പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുണ്ട്. ആ കുത്തിത്തിരിപ്പുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവരെ നേർവഴിക്ക് നിർത്തേണ്ടത് ഇനിയുള്ള കാലത്തെങ്കിലും നേർവഴിക്ക് നിർത്തണം എന്നുള്ള ഒരു ആവശ്യം പ്രതിപക്ഷത്തെ അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് എന്തായാലും മോദി സർക്കാർ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.